നമസ്കാരം. 4 വർഷമായി യൂറോപ്പിനെ ചുട്ടുപൊള്ളിക്കുന്ന യുക്രൈൻ യുദ്ധങ്ങളിൽ നിന്നും ഒടുവിൽ ഒരു സമാധാന വാർത്ത വരുന്നു. തന്നെ കൊന്നൊടുക്കാൻ മിസൈലുകൾ അയക്കുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് റഷ്യ ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു. വെറുതെയല്ല ഈ വിളി. വൈറ്റ് ഹൗസിന്റെ അമരത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന അതിശക്തമായ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഫലമാണിതെന്ന് ലോകം തിരിച്ചറിയുന്നു. അബുദാബിയിലെ ആഡംബര ഹോട്ടലുകളിൽ അടച്ചിട്ട മുറികളിൽ അമേരിക്കൻ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ ലക്ഷ്യം കാണുന്നുവെന്ന് സൂചനയാണിത്. പുടിനും സെലൻസ്കിയും ഉടൻ നേർക്കുനേർ കണ്ടേക്കുമെന്നും വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒന്നാണ്: ഭൂമി വിട്ടുകൊടുക്കുവാൻ സെലൻസ്കി തയ്യാറാകുമോ എന്ന്. ഒരു വശത്ത് സമാധാന ചർച്ചകൾ മുറുകുമ്പോൾ മറുവശത്ത് യുദ്ധം ചോരപ്പുഴ ഒഴുക്കുകയാണ്. ചർച്ച വേണ്ട, യുദ്ധം മതി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ചെചനിയൻ നേതാവ് റംസാൻ കദിറോവ് രംഗത്തെത്തിയത് റഷ്യൻ ക്യാമ്പിലെ തന്നെ ഭിന്നത വെളിവാക്കുന്ന ഒന്നായിരുന്നു. മോസ്കോയിലേക്ക് സെലൻസ്കി ചെന്നാൽ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറയുമ്പോഴും അത് ചതിക്കുഴിയാണോ എന്ന് കീവ് ഭയപ്പെടുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റവും പുതിയ യുദ്ധക്കെടുതിയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറിയതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന നടത്തിയത്. ഊർജ നിലയങ്ങൾക്ക് നേരെ പരസ്പര ആക്രമണം നടത്തുന്നത് നിർത്താൻ മോസ്കോയും കീവും തമ്മിൽ ധാരണയായെന്ന വാർത്തകളോട് പ്രതികരിക്കുവാൻ ക്രെംലിൻ തയ്യാറായിട്ടില്ല. റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ക്രെംലിൻ. കഴിഞ്ഞ വാരാന്ത്യത്തിൽ അബുദാബിയിൽ നടന്ന അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ സമാധാന ശ്രമങ്ങൾക്ക് പുതിയ വേഗത പകർന്നിട്ടുണ്ട്. എങ്കിലും റഷ്യയുടെയും യുക്രൈന്റെയും നിലപാടുകൾ തമ്മിൽ ഇപ്പോഴും വലിയ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. ഒരു വശത്ത് അതിശക്തമായ പോരാട്ടം തുടരുമ്പോൾ മറുവശത്ത് മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് തകർന്ന വൈദ്യുതി വിതരണം മൂലം കടുത്ത പ്രതിസന്ധിയിലാണ് കീവ്. അബുദാബി ചർച്ചകൾക്ക് ശേഷം സെലൻസ്കിയും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്ക് സാധ്യത ഏറിയതായി ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചിരുന്നു. റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ച ഞായറാഴ്ച അബുദാബിയിൽ നടക്കും. ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ ഈ സംഘടനം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകളിൽ വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു. എങ്കിലും യുദ്ധാനന്തരം ഏത് പ്രദേശം ആർക്ക് ലഭിക്കും, അന്താരാഷ്ട്ര സമാധാന സേനയുടെ സാന്നിധ്യം, റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള സാപ്പോറിഷ്യ ആണവ നിലയത്തിന്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സെലൻസ്കിയെ മോസ്കോയിലേക്ക് ക്ഷണിച്ച കാര്യത്തിൽ ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് ക്രെംലിൻ വക്താവ് പറഞ്ഞു. സമാനമായ ഒരു ക്ഷണം കഴിഞ്ഞ വർഷം സെലൻസ്കി നിരസിച്ചിരുന്നു. തന്റെ രാജ്യത്തിന് നേരെ ദിവസവും മിസൈലുകൾ തൊടുത്തുവിടുന്ന രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് പോകുവാൻ കഴിയില്ലെന്നും പകരം പുടിൻ കീവിലേക്ക് വരണമെന്നുമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പുടിനും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച കൃത്യമായ തയ്യാറെടുപ്പുകളോടെയും ഫലപ്രാപ്തിയും ലക്ഷ്യം വെച്ചുള്ളതാണെന്നും മോസ്കോയിലേക്ക് എത്തിയാൽ സെലൻസ്കിയുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും ക്രെംലിൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലല്ലാത്ത ഡോണറ്റ്സ്ക് മേഖലയുടെ 20% ഭാഗത്തിൽ നിന്നും യുക്രൈൻ സൈന്യം പിന്മാറണമെന്ന് റഷ്യയുടെ പ്രധാന ആവശ്യം. യുദ്ധക്കളത്തിൽ പിടിച്ചെടുക്കാത്ത ഭൂമി വിട്ടുനൽകുവാൻ കഴിയില്ലെന്ന് കീവും വ്യക്തമാക്കുന്നു. അതേസമയം സമാധാന ചർച്ചകളെക്കാൾ യുദ്ധം തുടരുന്നതാണ് നല്ലതെന്ന്, താൻ ചർച്ചകൾക്ക് വിരുദ്ധനാണെന്നും യുദ്ധം അതിന്റെ അന്ത്യം വരെ തുടരണമെന്നുമാണ് കദിറോവ് മോസ്കോയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.